ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതം എന്ന രാമായണ പുണ്യത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ശ്രീരാമൻ്റെ മക്കളായ വാൽമീകി എടുത്തു വളർത്തിയ ലവകുശന്മാരാണ് ആദ്യമായിട്ട് രാമായണം ആലപിച്ചത്, അല്ലെങ്കിൽ ആദ്യത്തെ രാമായണ ഗായകരായത് എന്നാണ്. ഈ രണ്ട് കുട്ടികളും രാമായണം ചൊല്ലി തുടങ്ങി പുറപ്പെടുമ്പോൾ ആശ്രമത്തിലെല്ലാവരും അന്തേവാസികളായ സന്യാസിമാരും കുട്ടികളെ അനുഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം, എന്തായിരുന്നു ലവകുശന്മാർക്ക് ലഭിച്ച സമ്മാനം? മര്യാദാ പുരുഷോത്തമനായ അയോധ്യയിലെ ചക്രവർത്തിയായ ശ്രീരാമചന്ദ്രൻ്റെ മക്കൾക്ക്, രാമൻ്റെ മക്കളാണെന്നറിയില്ല, ആ മുനികുമാരന്മാർക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം, കാവ്യ വസ്ത്രം കൊടുത്തു, ചിലർ പൂണൂല് കൊടുത്തു, അഥവാ പൊട്ടിപ്പോയാൽ മാറ്റാൻ. ജട കെട്ടിവെക്കാനുള്ള ചരടാണ് ചിലർ കൊടുത്തത്. മരവുരി കൊടുത്തു, ധരിക്കാനുള്ള മരത്തോല്, ഇരിക്കാനുള്ള മാന്തോല് കൊടുത്തു. ചിലർ വിറക് കൊടുത്തു, എന്തെങ്കിലും ആഹാരം പാകം ചെയ്യാൻ വിറകിൻ്റെ കമ്പുകൾ കൊടുത്തു, കമണ്ടൽ കൊടുത്തു. അതെല്ലാം അവർ സ്നേഹത്തോടെ വാങ്ങി. വാൽമീകി ഋഷി അനുഗ്രഹിച്ച് പറഞ്ഞത്, ആരിൽ നിന്നും സ്വർണമോ മറ്റ് ധനധാന്യങ്ങളോ സ്വീകരിക്കരുത്. ഇങ്ങനെയെല്ലാം അനുഗ്രഹിച്ചവർ തെരുവിലൂടെ പാടുകയാണ്. ആ അസാമാന്യമായ ഗാനനിർജ്ജരി കേട്ട് ആളുകൾ വട്ടം കൂടി നിൽക്കുകയാണ്. കേട്ടവരെല്ലാം അതിശയം കൊണ്ടും സൗന്ദര്യം കൊണ്ടും കൗതുകം കൊണ്ടും ആ ബാലകരെ പുകഴ്ത്തുകയാണ്. അങ്ങനെ നാട്ടിൻപുറങ്ങളിൽ നിന്ന്, നഗരങ്ങളിൽ നിന്ന്, രാജവീഥികളിൽ നിന്ന് ശ്രീരാമചന്ദ്രൻ്റെ സന്നിധിയിൽ, രാമൻ്റെ അടുത്ത് ഇങ്ങനെ രണ്ട് കുട്ടികൾ പാടുന്ന കാര്യം അറിഞ്ഞു കേട്ട് രാമദൂതന്മാർ വന്നവരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അയോധ്യയിൽ ആ സമയത്ത് അശ്വമേധയാഗം നടക്കുകയാണ്. രാജസൂയത്തിന് പകരം അശ്വമേധയാഗം. ലോകത്തിലെ സകല രാജാക്കന്മാരും അശ്വമേധയാഗ ഭൂമിയിൽ വന്ന് വലിയ മണ്ഡപങ്ങൾ, കലാപരിപാടികൾ, യജ്ഞങ്ങൾ, ഹോമങ്ങൾ, ഋഷിമാരുടെ പ്രഭാഷണങ്ങൾ എല്ലാം കൊണ്ടും അലങ്കൃതമായ അയോധ്യയിലെ അശ്വമേധയാഗ വേദിയിൽ ലവകുശന്മാർ എത്തി ആനയിക്കപ്പെട്ടു. ആ സഭാഗൃഹത്തിൻ്റെ എല്ലാവരും കാണുന്ന പീഠത്തിൽ രണ്ട് ബാലകരെ ഇരുത്തി അവർ ഇലത്താളവും കൈമണിയുമായിട്ട് ആ വേദിയിൽ രാമായണ കഥ പാടി. ഒന്നാം ദിവസം തൊട്ട് 32 ദിവസം ആ വേദിയിൽ ആദ്യമായിട്ട് രാമായണം പാടി എന്ന് പറയാം. ലോകത്താദ്യമായിട്ട് രാമായണ പാരായണം നടത്തിയത് ശ്രീരാമൻ്റെ മക്കളായ ലവനും കുശനുമാണ്. അത് ഏറെ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സഭയിൽ അനേകം മനുഷ്യരും രാജാക്കന്മാരും യക്ഷഗന്ധർവ കിന്നരന്മാരും അതുപോലെ ദേവതകളും ഋഷികളും എല്ലാവരും ഈ സാകൂതം രാമകഥ കേട്ടു. ലോകത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ട രാമായണം കേട്ടു. കാട്ടിൽ മുളച്ച് കൊട്ടാരത്തിൽ വളർന്ന് രാജ്യം മുഴുവൻ രാമായണത്തിൻ്റെ ശംഖനാദം അങ്ങനെ പടർന്നു. രാമായണത്തിന് എങ്ങനെയാണ് പ്രസക്തി ഉണ്ടായത്? അധ്യാത്മരാമായണത്തിന് കേരളത്തിൽ അമ്പലപ്പുഴ രാജാവ് ദേവനാരായണൻ ഒരു ഉത്തരവിലൂടെയാണ് എല്ലാ വീട്ടിലും രാമായണം വായിക്കണമെന്ന്. അതായത് എവിടുന്നോ കിട്ടിയ ഒരു സംസ്കൃത രാമായണം, അതിനെക്കുറിച്ച് ധാരാളം ചർച്ചകളുണ്ട്. അത് ആന്ധ്രയിലുള്ളതാണോ അല്ല കർണാടകത്തിൽ നിന്ന് കിട്ടിയതാണോ എന്ന് തർക്കമുണ്ട്. ഏതായാലും സംസ്കൃതത്തിലുള്ളൊരു അധ്യാത്മരാമായണം അവിടെ ഉണ്ടായിരുന്ന എഴുത്തച്ഛന് കൊടുത്ത്, അത് എഴുത്തച്ഛൻ അതിൻ്റെ പരിഭാഷയല്ല, ആ സംസ്കൃത അധ്യാത്മരാമായണം വാൽമീകി രാമായണത്തിൻ്റെയും പകർപ്പല്ല. വാൽമീകി രാമായണത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യമായിട്ട് ഏതോ അജ്ഞാതനെഴുതിയ സംസ്കൃത രാമായണം എഴുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന്, സംസ്കൃതം അറിയാവുന്ന എഴുത്തച്ഛൻ നമുക്ക് വേണ്ടി മലയാളീകരിച്ച കൃതിയാണ് ഇന്ന് എല്ലാ വീട്ടിലും വായിക്കുന്ന അധ്യാത്മരാമായണം. അത്
അതിന് 100 കോപ്പി എഴുതിയുണ്ടാക്കി. കൽപ്പന പ്രകാരം, അമ്പലപ്പുഴ രാജാവ് ദേവനാരായണന്റെ കൽപ്പന പ്രകാരം ഈ എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് മൊഴിമാറ്റിയ അധ്യാത്മരാമായണത്തിന് 100 കോപ്പികൾ അവിടെ എഴുതിയുണ്ടാക്കിയിട്ട് 100 വീടുകളിൽ വിതരണം ചെയ്തു. 100 വീടുകളിൽ. ആ 100 വീട്ടിലും എല്ലാ കർക്കിടക മാസവും രാമായണം വായിക്കാൻ രാജാവിൻ്റെ ഉത്തരവുണ്ടായി, രാജശാസന ഉണ്ടായി. അതുപോലെ നമുക്ക് കണ്ണൂരിൽ ഒരു ഗ്രന്ഥത്തിന് രാജശാസന ഉണ്ടായിട്ടുണ്ട്. ചെറുശ്ശേരിയുടെ കാലഘട്ടം. എഴുത്തച്ഛനും നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് കൃഷ്ണഗാഥ എന്ന ശുദ്ധ മലയാളത്തിൽ എഴുതിയ കാവ്യം എഴുതിയ ചെറുശ്ശേരി ജീവിച്ചത്. ഈ ചെറുശ്ശേരി പല പഠനങ്ങളും വിവാദങ്ങളും ഉണ്ടെങ്കിലും ആ ചെറുശ്ശേരി ഇല്ലവും ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയതും കണ്ണൂർ ജില്ലയിലാണ്. ചെറുശ്ശേരി അവിടെ പ്രസിദ്ധമായ കോലത്തിരി രാജാവിൻ്റെ സദസ്യനായിരുന്നു. കോലത്തിരി രാജാവ് നമ്മളെല്ലാം സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചത് ഭാര്യയുമായിട്ട് ചെറുശ്ശേരിയായിട്ട് ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കരു നീക്കാൻ കഴിയാത്ത വേടയിൽ തൊട്ടിലാട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെ എന്ന വ്യാജേന അന്തർജനം ഒന്തുന്തും താളയുന്ത്, അങ്ങനെ ആളെയൊന്ത് കോലത്തിരി രാജാവ് ജയിച്ചെന്നും ആ ഈണത്തിൽ മഞ്ചരിയിൽ വൃത്തത്തിൽ ഒരു കാവ്യം എഴുതി തരണം എന്ന് ചെറുശ്ശേരിയോട് പറഞ്ഞ് എഴുതിയതാണ് കൃഷ്ണഗാഥ എന്ന വാദം ശരിയല്ല എന്ന് ആണ് യഥാർത്ഥ പഠനങ്ങൾ പറയുന്നത്. അങ്ങനെ ഉന്തുപാട്ടായിട്ടല്ല. ഇത് അനേക കാലം മുതൽ ചെറുശ്ശേരി തമിഴ്നാട്ടിലൊക്കെ സഞ്ചരിച്ച് അവിടെയൊക്കെയുള്ള പഴന്തമിഴിൻ്റെ ഭാഗങ്ങളും ശീലങ്ങളും കൊണ്ട് എഴുതിയതാണ്. ആ എഴുതാൻ പ്രേരണ കൊടുത്തതാണ് കോലത്തിരി. അതുകൊണ്ടാണ് ആദ്യം തന്നെ ആജ്ഞയാ കോലഭൂപസ്യ എന്ന് പറയുന്നത്. എഴുതി സമർപ്പിച്ചു. കൃഷ്ണഗാഥ വായിച്ച കോലത്തിരി എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഇത് ചിങ്ങമാസം എല്ലാവരും വായിക്കാൻ ഉത്തരവിടണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കർക്കിടകത്തിൽ രാമായണവും ചിങ്ങത്തിൽ കൃഷ്ണഗാഥയും വായിക്കാനിടയായത്. എല്ലാ ഗ്രന്ഥത്തിനും ഒരു രാജശാസനയുള്ളത് ഈ നാടിൻ്റെ ബൗദ്ധികമായ വിജ്ഞാനപരമായ ഒരു ഉയർച്ചയാണ് കാണിക്കുന്നത്. ഈ കുട്ടികൾ ലവകുശന്മാർ ഈ കൃതി രാജസഭയിൽ പാടി. വിവേകാനന്ദ സ്വാമിയെക്കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം എവിടെ പോയാലും 2 സ്ഥലങ്ങൾ സന്ദർശിക്കും. എവിടെയാണോ ഗ്രന്ഥാലയങ്ങളുള്ളത്, അതേപോലെ എവിടെയാണോ കൊട്ടാരങ്ങളുള്ളത്. ഒരു യാചകനെ കണ്ട് കാര്യം പറയുന്നതിനേക്കാൾ എളുപ്പത്തിൽ ആധ്യാത്മികതയുടെ പ്രചാരം നടക്കാൻ ഒരു രാജാവിനെ കൊണ്ട് കഴിയും എന്ന് ദീർഘദർശിയായ സന്യാസിക്കറിയാം. അതേപോലെ കാട്ടിലുണ്ടായി കൊട്ടാരത്തിൽ വളർന്ന രാമായണം ആ രാജസദസ്സിൽ പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി ഭാരതദേശം മുഴുവൻ ഖ്യാതി നേടി. ആരാണ് രാമൻ? എന്തൊക്കെയാണ് രാമന് നാരദർ കൊടുത്ത വിശേഷണങ്ങൾ? കാന്തിമാൻ, ദൃഢവ്രതൻ, ശക്തിമാൻ, ബുദ്ധിമാൻ, നീതിശാലി, വാക്സാമർഥ്യം ഉള്ളയാൾ, ശത്രുനാശകൻ, ഉയർന്ന ശിരസ്സുള്ളവൻ, അംഗമഹിമയോടുകൂടിയ കഴുത്തും മാറിടവുമുള്ളവൻ, ജ്ഞാനപൂർണൻ, ധർമ്മരക്ഷകൻ, ആശ്രിതവത്സലൻ, വേദവിത്ത്, സമചിത്തൻ, സമദർശി, സജ്ജന സേവിതൻ. ഇങ്ങനെ രാമന് ചാർത്തിക്കൊടുത്ത വിശേഷണങ്ങൾ. കാരണം ഇത് വെറും വിശേഷണമല്ല. ആരാണോ പൂർണ്ണനായ മനുഷ്യൻ, അങ്ങനെ ബ്രഹ്മനിഷ്ഠനായ വേദവിധി പ്രകാരം ജീവിച്ച റോൾ മോഡൽ എന്ന് പറയാവുന്ന മാതൃകയായൊരു മനുഷ്യനെ കൊണ്ടാണ് വാൽമീകി രാമായണം എഴുതിയത്. അതുകൊണ്ടാണ് യുഗങ്ങൾക്കപ്പുറം ത്രേതായുഗത്തിൽ ഉണ്ടായിട്ടും ഇന്നും ഈ കർക്കിടകത്തിലും ഈ 6-ാം ദിവസവും നമ്മൾ ഇന്നും രാമായണത്തെ ഹൃദയത്തോട്, ഭാരതീയർ ഈ പുണ്യഗ്രന്ഥത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നത്. എല്ലാവർക്കും നമസ്തേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.